Dear friends, we will review Motorola mobile phone. ആദ്യമായിട്ടാണ് നമ്മൾ Motorola mobile phone review ചെയ്യുകയും unbox ചെയ്യുകയും ചെയ്യുന്നത്. Moto G6 Plus എന്നാണ് ഈ ഒരു മൊബൈൽ ഫോൺ. ഞാൻ ഓവറോൾ ഇതിന്റെ ഒരു സ്പെസിഫിക്കേഷനിലും അതേപോലെ ഇതിന്റെ ക്യാമറ ഞാൻ ആദ്യം ഓപ്പൺ ചെയ്തതിന്റെ സ്പെസിഫിക്കേഷനും അതേപോലെ തന്നെ ഇതിന്റെ ക്യാമറ ടെസ്റ്റ് ഒക്കെ നടത്തിയതാണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷനും മറ്റു കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം. ആദ്യം തന്നെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തേക്കാം. നല്ല മനോഹരമായിട്ടുള്ള ഗ്രീൻ ഒരു ബോക്സിൽ തന്നെയാണ് വരുന്നത്. റൈറ്റ്, ഓക്കെ. നമുക്ക് ആദ്യം തന്നെ മൊബൈൽ ഫോൺ കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. മൊബൈൽ ഫോൺ ഇവിടെ ഇരിക്കട്ടെ. ആദ്യം തന്നെ ബാക്കി എന്തൊക്കെയാണ് ആക്സറീസ് നമുക്കൊന്ന് പരിശോധിക്കാം. ദെൻ മോട്ടോറോളയുടെ എന്താ പറയുക ഇൻസ്ട്രക്ഷൻ മാനുവൽസ് ആണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഹെഡ്ഫോൺ, ദെൻ അതേപോലെ തന്നെ USB-C ചാർജിങ് ആണ് ഈ കാണുന്നത്. ദെൻ അതേപോലെ തന്നെ USB ചാർജർ അഡാപ്റ്റർ ആണ് ഈ കാണുന്നത്. ടർബോ പവർ ആണ് ഇതിൽ നിന്ന് വരുന്നത്. എന്തായാലും നമുക്ക് എന്തൊക്കെയാണെന്നൊക്കെ 1 by 1 ആയിട്ട് പരിശോധിക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. കൊള്ളാം, ഇതാണ് നമ്മളുടെ മൊബൈൽ ഫോൺ Moto G6 Plus. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അലൂമിനിയം ഫ്രെയിമാണ് ഈ കാണുന്നത്. അലൂമിനിയം ഫ്രെയിമാണ്. അതേപോലെ തന്നെ ഫ്രണ്ടും ബാക്കും ഗ്ലാസ് കൊണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 3D പ്രൊട്ടക്ഷൻ ഇത് നൽകുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈൻ. അതേപോലെ തന്നെ നമുക്ക് ബോട്ടത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ USB ചാർജിങ് പോർട്ടും 3.5 mm ഓഡിയോ ജാക്ക് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ള പോർട്ടുമാണ് ഈ കാണുന്നത്. ദെൻ സൈഡിലായിട്ട് വോളിയം കൺട്രോൾ ബട്ടണും അതേപോലെ തന്നെ പവർ പോയിന്റുമാണ് ഈ കാണുന്നത്. ദെൻ ടോപ്പ് പോർഷനിലായിട്ടാണ് സിം ട്രേ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് സിം ട്രേ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 2 സിമ്മും അതേപോലെ തന്നെ ഒരു മെമ്മറി കാർഡും ഉപയോഗിക്കാൻ പറ്റുന്ന സ്ലോട്ടാണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് മൊബൈൽ ഫോണിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷൻസ് ഒന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷനെ കുറിച്ച് നോക്കാം. 160x75.5 ആണ് ഇതിൻ്റെ ഒരു ഡയമെൻഷൻ. അതേപോലെ തന്നെ 8 mm ആണ് ഇതിൻ്റെ ഒരു തിക്നെസ് ആയിട്ട് വരികയും ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗ്ലാസ് ആണ്, ബോഡിയാണ് ഇതിൻ്റെ ഫ്രെയിമായിട്ട് വരികയും ചെയ്യുന്നത്. റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ 1080x2160 പിക്സൽസ് ആണ്. 409 ppi പിക്സൽ പെർ ഇഞ്ചസ് ആണ് ഇതിൻ്റെ ഡെൻസിറ്റി ആയിട്ട് വരുന്നത്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 ആണ് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ. 167 gram ആണ് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ വെയിറ്റ്. ഓക്കെ, ഗുഡ്. ദെൻ നമുക്ക് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ 8 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് മാത്രമല്ല ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നതനുസരിച്ച്, അതായത് ആൻഡ്രോയിഡ് 9.0 വേർഷനിലേക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ദെൻ നമുക്ക് ഇതിൻ്റെ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ Qualcomm Snapdragon 630 ആണ് ഇതിൻ്റെ പ്രോസസ്സർ. അഡ്രിനോ 5.08 ആണ് ഇതിന് പവർ നൽകുന്നത്. 2 സിമ്മുകൾ നമുക്ക് ഈ ഫോണിൽ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. രണ്ടും നാനോ സിമ്മുകളാണ്. ദെൻ ഇനി നമുക്ക് മെമ്മറി സ്ലോട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 256 GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ മെമ്മറി. 2 വേരിയൻറ്റുകളാണ് നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 4 GB 64 GB, അതുപോലെ 6 GB 128 GB. അങ്ങനെ 2 വേരിയൻറ്റിലാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി ക്യാമറയെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. റിയർ ക്യാമറ 2 ക്യാമറയാണ് വരുന്നത്. ഒരെണ്ണം 12 മെഗാപിക്സലും 12 മെഗാപിക്സലിൻ്റെ അപ്പാർച്ചർ 1.7 ആണ് ഇതിൻ്റെ അപ്പാർച്ചർ. ഡ്യുവൽ പിക്സലോട് കൂടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഒരു ക്യാമറ 5 MP ആണ്. അത് 2.2 അപ്പാർച്ചറാണ്. ഡെപ്ത് സെൻസറോട് കൂടിയിട്ടാണ് ഈ ഒരു ക്യാമറ വരുന്നത്. ക്യാമറയുടെ ഫീച്ചേഴ്സ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോർട്രേറ്റ് മോഡിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ സ്പോട്ട് കളർ എന്ന ഒരു ഫീച്ചറുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനത്തിൻ്റെ കളർ മാത്രം ഹൈലൈറ്റ് ചെയ്ത് നിന്നുകൊണ്ട് മറ്റൊരു പോർഷൻസിനെ നമുക്ക് എന്താ പറയുക ഗ്രേ സ്കെയിലിൽ, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ഈ ഒരു ക്യാമറ കൊണ്ട് സാധിക്കുകയും ചെയ്യുന്നതാണ്. രസകരമായിട്ടുള്ള കാര്യം, നമുക്ക് ഈ ക്യാമറയുടെ ഔട്ട്ലുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഒരാളുടെ മുഖം ഇരിക്കുന്ന പോലെയാണ് കാണുന്നത്. കണ്ടോ, 2 കണ്ണും ഒരു വായു. ഈ നമുക്ക് വേറെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു LED ഫ്ലാഷും അവൈലബിൾ ആണ് കേട്ടോ. ഈ ക്യാമറയോടൊപ്പം ഒരു LED ഫ്ലാഷും അവൈലബിൾ ആണ്. ദെൻ ഇനി ക്യാമറയുടെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പനോരമിക്
പോർട്രേറ്റ്, ഫേസ് ഫിൽറ്റേഴ്സ്, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇനി വീഡിയോ മോഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് HD മോഡിൽ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. 2160 പിക്സൽസിൽ നമുക്ക് 30 ഫ്രെയിം പെർ സെക്കൻഡ്സിൽ നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതാണ്. ഇനി വീഡിയോയിലേക്ക് വരുന്ന സമയത്ത് 60 ഫ്രെയിം പെർ സെക്കൻഡ്സിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സ്ലോ മോഷൻ മോഡും അതേപോലെ തന്നെ ടൈം ലാപ്പ് മോഡും ഒക്കെ നമുക്ക് വീഡിയോ മോഡിലുള്ളതാണ്. വീഡിയോയ്ക്ക് തന്നെ നമുക്ക് സ്റ്റെബിലൈസേഷൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അത്യാവശ്യം ചെറിയൊരു ഷെയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ സ്റ്റെബിലൈസേഷൻ കൊണ്ട് തന്നെ നമുക്ക് മേക്ക് ഓവർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, അതൊക്കെയാണ് നമുക്ക് വീഡിയോ ഫീച്ചേഴ്സായിട്ട് പറയാൻ സാധിക്കുന്നത്. നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് ടോർച്ച് ഓൺ ചെയ്യാൻ സാധിക്കും, അതായത് ചെറിയൊരു ലൈറ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നർത്ഥം. ഇതൊക്കെയാണ് നമുക്ക് വീഡിയോ ഫീച്ചേഴ്സിൽ പറയാൻ സാധിക്കുന്നത്. എന്താ പറയുക, ഫേസ് ഫിൽറ്റേഴ്സ്, ടൈം ലാപ്സ്, സ്ലോ മോഷൻ മോഡ്, ഇങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡിലൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഞാൻ ഓവറോൾ ആ ഒരു വീഡിയോയുടെ ഇതിൻ്റെ ക്യാമറയിൽ ഞാൻ ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ മോട്ടോറോളയുടെ മറ്റു ബ്രാൻഡുകൾ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസം കമൻറ്റ് ചെയ്യുകയുണ്ടായി, മോട്ടോറോള ക്യാമറ നല്ലൊരു ക്യാമറ തന്നെയാണെന്നാണ് നമ്മുടെ സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ക്യാമറ 8MP ആണ്, 2.2 ആണ് ഇതിൻ്റെ അപ്പാർച്ചായിട്ട് വരികയും ചെയ്യുന്നത്. ഫുൾ HD തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ വെച്ച് വീഡിയോ എടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്യാമറയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ സുഹൃത്തുക്കൾക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം സെൻസറിനെ കുറിച്ച്. ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് അൺലോക്കും പാറ്റേൺ അൺലോക്ക് ഒക്കെ അവൈലബിൾ ആണ്. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഫിംഗർ പ്രിന്റ് സെൻസർ ആക്ട് ചെയ്യുന്ന കാര്യം. വളരെ 0.% ഓഫ് സെക്കൻഡ്സ് മാത്രമാണ് നമുക്കിത് ലോക്കായിട്ട് വരാനായിട്ട് എടുക്കുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഫേസ് അൺലോക്കിങ്ങും വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു മൊബൈൽ ഫോൺ ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയെ കുറിച്ചാണ്. ഇതിൻ്റെ ബാറ്ററി 3200 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. ടർബോ പവർ എന്ന ഒരു ടെക്നോളജിയാണ്, അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഈസി ആയിട്ട് നടക്കുകയും ചെയ്യുന്നതാണ്. അറൗണ്ട് ഞാനിതിപ്പോൾ ഓൺ ചെയ്ത് ഉപയോഗിച്ച ശേഷം എനിക്ക് അറിയാൻ സാധിച്ചത് ഒരു 8 മണിക്കൂറോളം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ പോലും ബാറ്ററിക്ക് നല്ലൊരു ലൈഫാണ് കാണുന്നത്. നോർമലി നമ്മൾ ചില MIയുടെ ഫോണുകൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ആ ഒരു മൊബൈൽ ഫോണിൽ ഹീറ്റിംഗ് എന്ന ഒരു പ്രോബ്ലം ഉണ്ടാകാറുണ്ട്. മോട്ടോറോളയുടെ മറ്റു ചില ഫോണുകളുടെ കമൻറ്റ് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞ ഹീറ്റിംഗ് പ്രോബ്ലം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു മോഡലിന് മോട്ടോ G6 Plusന് യാതൊരുവിധ ഹീറ്റിംഗ് പ്രോബ്ലവും നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നില്ല. ബട്ട് ഓവറോൾ നല്ലൊരു ഫീച്ചേഴ്സ് ആയിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുകയും ചെയ്യുന്നത്. സൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഡെഡിക്കേറ്റഡ് മൈക്കും ഉണ്ട്. ഡോൾബി സൗണ്ടാണ് ഇതിൽ നിന്ന് വരികയും ചെയ്യുന്നത്. പക്ഷേ സൗണ്ടൊക്കെ അത്യാവശ്യം നല്ലൊരു നല്ലൊരു ക്വാളിറ്റിയുള്ള സൗണ്ട് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സാധാരണ ഇപ്പോഴത്തെ മൊബൈൽ ഫോണുകളെല്ലാം ഫിംഗർ പ്രിന്റ് വരുന്നത് ബാക്കിൽ തന്നെയാണ്. പക്ഷേ അതിലൊന്നും വലിയൊരു ഇന്നോവേഷൻ വരുത്തിയിട്ടില്ല. ഈ ഒരു ഫ്രണ്ടിൽ തന്നെയാണ് നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസറായിട്ട് വരികയും ചെയ്യുന്നത്. 3 കളറുകൾ ഈ ഫോൺ അവൈലബിൾ ആണ്. ഗോൾഡ്, അതേപോലെ തന്നെ ഡീപ്പ് ഇൻഡിഗോ, നിംബസ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഫോൺ ഡീപ്പ് ഇൻഡിഗോ എന്ന കളർ തന്നെയാണ്. എന്നാലും വളരെ സന്തോഷം, മോട്ടോറോളയുടെ ഒരു മൊബൈൽ ഫോൺ നമ്മുടെ സുഹൃത്തുക്കൾക്കായിട്ട് പരിചയപ്പെടുത്താൻ സാധിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാറ്ററി കപ്പാസിറ്റിയാണ്. 3200 mAh ആണ് എന്നുണ്ടെങ്കിൽ പോലും ടർബോ പവറാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. USB-C ആണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട്. എന്തായാലും ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള അൺബോക്സിംഗ് റിവ്യൂസ്, ടെക് അപ്ഡേറ്റ്സ്, നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാവുന്ന ചില ഗാഡ്ജറ്റ്സ് ഒക്കെയാണ് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത്. പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.